കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ എഴുന്നള്ളത്തൊന്നും ആയിട്ടില്ല, എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. 3 ആനകളാട്ടോ ഉള്ളത്. ഇന്നലെ പള്ളിവേട്ടയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് വന്നപ്പോൾ 3 ആന ഉണ്ടായിരുന്നു. അമ്പലത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് ചന്ദനം മേടിച്ചിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്നത്. പിന്നെ ചേച്ചിമാരൊക്കെ മുത്തുക്കുടയൊക്കെ പിടിച്ച് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ആനയുടെ ഫ്രണ്ടിലായിട്ട് പോകുന്നത് കേട്ടോ ക്ഷേത്രത്തിൽ നിന്ന്. ഇന്ന് ചെണ്ടമേളം എല്ലാം വന്ന് കുറച്ച് അവിടെ കൊട്ടിയതിന് ശേഷം തിരിച്ച് എഴുന്നള്ളത്തെല്ലാം ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ചേട്ടനും ഇവിടെ ഡ്രസ് കോഡൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ആനയൊക്കെ ഓരോന്ന് ഇറങ്ങി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് ചേട്ടനൊപ്പം വരുമ്പോൾ വർഷത്തിൽ ആ ഒരു ഇയറിലുണ്ടായിരുന്ന ഉത്സവം ഏറ്റവും നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ഉത്സവങ്ങളും എനിക്ക് എന്തോ അത്ര ഇതായിട്ട് തോന്നിയില്ല. മുമ്പൊക്കെ പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ആനകളൊക്കെ വരുന്ന ക്ഷേത്രമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതോരോ കരക്കാർ നടത്തുന്നതാണ്. ഓരോ കരക്കാരും സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ വെച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല, വളരെ കുറവായിരുന്നു ഇത്തവണത്തെ എഴുന്നള്ളത്തൊക്കെ. ചേട്ടൻ്റെയൊക്കെ ടീമിൻ്റെ പേര് ശിവപാലകർ എന്നാണ് കേട്ടോ. അവർ ആ അമ്പലത്തിൻ്റെ ആളുകളാണ് ശിവപാലകർ. അവരുടെ വകയായിട്ട് DJ ലൈറ്റും പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, പോപ്പറും കാര്യങ്ങളൊക്കെ. അങ്ങനെ എഴുന്നള്ളത്തൊക്കെ ഇറങ്ങി തുടങ്ങി. പിന്നെ അതിനുശേഷം ഫ്ലോട്ടും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ടെഡീസ് ഉണ്ടായിരുന്നു. പിന്നെ എഴുന്നള്ളത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി എഴുന്നള്ളത്ത് വരണമെങ്കിൽ ഏകദേശം 11 മണിയൊക്കെ ആവും. അപ്പോൾ അതിന് മുമ്പായിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയേ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചേച്ചിമാരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ വന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ കുറവായിരുന്നു എഴുന്നള്ളത്തൊക്കെ. കുറച്ച് നേരത്തെ തന്നെ എല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. ആ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അമ്പലത്തിൽ വന്നു. പിന്നെ അവസാനം DJ ലൈറ്റും പോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പോപ്പറൊക്കെ വെറുതെ കിടക്കുന്ന പോലെ തോന്നി, അത്രയ്ക്ക് പോപ്പറടിച്ച് വിടുമായിരുന്നു കേട്ടോ. ഓരോ പോപ്പർ വിടുമ്പോഴേക്കും ഞങ്ങൾക്കത് തൂത്തുകളയാനായിരുന്നു സമയം കേട്ടോ. പിന്നെ എവിടേക്കോ പോപ്പറുകളൊക്കെ കയറിപ്പോയി. പിന്നെ മൈൻഡാക്കാൻ നിന്നില്ല, വീട്ടിൽ പോയിട്ട് തട്ടിക്കളയാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആനകൾ തിരിച്ചു വരുന്നത്. ഇവിടുന്ന് അർക്കന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ മഹാദേവർ ക്ഷേത്രമുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ടാണ് ഈ എഴുന്നള്ളത്തെല്ലാം നിൽക്കുന്നത്. എന്നിട്ട് ആനകൾ ആറാടിയതിന് ശേഷം ഏറ്റവും അവസാനമായിരിക്കും ആനകൾ വരുന്നത്. പെട്ടെന്ന് വഴിതെറ്റി ഒരാൾ നേരെ എന്നെ വരാൻ നോക്കി കേട്ടോ. അത് പേടിച്ച് പുറകോട്ട് ഞാൻ പോയായിരുന്നു, ആനയ്ക്ക് വഴിതെറ്റിപ്പോയതാണേ. പിന്നെ നാടകമൊക്കെ ഉണ്ട്, അത് കുറേ ലേറ്റായിട്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്